നമ്മുടെ നാട്ടിൽ ഈ വാക്സിൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇപ്പം പറഞ്ഞ പോലെ നിർബന്ധിതമായിട്ട് എടുക്കുന്ന വാക്സിനുകളുണ്ട്, ഓപ്ഷണൽ വാക്സിൻസ് ഉണ്ട് അല്ലേ? ഒരു കുട്ടിക്ക് ബൈ ബർത്ത് മുതൽ ഒരു ബുക്ക് ജാതകമായിട്ട് ഒരു 8 വയസ്സ് വരെ നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ. ഇപ്പൊ സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ആ ബുക്ക് കൊടുക്കണം. 8 വയസ്സല്ല, ഇപ്പൊ 10 വയസ്സ് വരെ വാക്സിൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഉണ്ടായ സമയത്ത് ആ ബുക്ക് സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ആ വാക്സിൻ്റെ ബുക്ക് ചോദിക്കുകയും അവരെല്ലാ വാക്സിൻസും എടുത്തു വന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല വാക്സിൻസ് ഉണ്ട്. പിന്നെ പൈസ ഉള്ള ആൾക്കാർ, അതെ, പൈസ ഇല്ലാത്തവർ എടുക്കാത്ത വാക്സിൻസ് ഇപ്പോഴും ഉണ്ട്. അതായത് പൈസ ഉള്ള ആൾക്കാർ ഓപ്ഷണൽ വാക്സിൻസ് എടുക്കുന്നതുണ്ട്. കാരണം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാത്ത ഓപ്ഷണൽ വാക്സിൻസ് ഉണ്ട്. ചിലത് എക്സ്പെൻസീവ് ആണ്. പൈസ ഇല്ലാത്തവരും അതെടുക്കും, കാരണം സ്വന്തം കുട്ടിയാണല്ലോ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും വാക്സിൻസ് എതിരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവം വരുമ്പോൾ പഠിക്കുന്നത്രേ ഉള്ളൂ. പക്ഷേ ചില ആൾക്കാരെ ചിന്തിക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ വാക്സിനുകൾ ഓട്ടിസവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അത് അങ്ങനെ ചിന്തിക്കുന്നവർ എന്താ ചെയ്യണ്ടേ? വാക്സിനും ഓട്ടിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി നേരത്തെ ഒരു MMR വാക്സിൻ എടുക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ റിസർച്ചൊക്കെ വന്നു. അതെല്ലാം ഒരു ഫേക്കാന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അതായത് ഇന്ത്യയിലും അത് പല രാജ്യത്തിൻ്റെ അവരുടെ പോളിസി ഡിഫറൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം CDC സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ US എടുക്കുകയാണെങ്കിൽ അവരുടെ വാക്സിനേഷൻ പോളിസി ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് അവരാണ് അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പല വാക്സിനുകളുണ്ടെങ്കിലും ചില വാക്സിൻ ഇപ്പോഴും ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഫ്ലൂ വാക്സിനൊക്കെ ഓപ്ഷനാണ്, നമുക്ക് എടുക്കണം നിർബന്ധമില്ല. പക്ഷേ ചില വാക്സിനുകൾ നിർബന്ധമായിട്ടും എടുക്കണം. അപ്പോൾ ഈ വാക്സിനുകൾ എടുക്കുന്നത് കൊണ്ട് ഓട്ടിസമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ ചില വാക്സിൻ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പനി ഉണ്ടാവും, അറിയാമല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ പറയും പനി ഉണ്ടെങ്കിൽ നിങ്ങളൊരു പാരസെറ്റമോൾ കൊടുത്തേക്കുക. ആ ഡോസേജ് കുട്ടിയുടെ പറഞ്ഞു കൊടുക്കും. ആ പേരൻ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കും. കാരണം ആ വാക്സിനും പനിയായിട്ട് ചെറിയ ബന്ധമുണ്ട്. കാരണം അത് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചില കുട്ടികളിൽ പേരൻ്റ് കണക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് അവൻ ആ വാക്സിൻ എടുത്തപ്പോൾ ഒരു പനി വന്നു, അതിന് ശേഷമാണ് അവൻ ഡള്ളായത് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സംസാരം പുറകോട്ട് പോയി, അല്ലെങ്കിൽ അവന് അതിനുശേഷം പറയണം അങ്ങനെ. പക്ഷേ അങ്ങനെ ഒരു സ്റ്റഡി ഇല്ല. കുറേ പറഞ്ഞു MMR വാക്സിൻ കൊണ്ട് അതൊക്കെ ഡിസ്പ്രൂവ് ചെയ്തു ഓൾറെഡി. MMR വാക്സിനൊക്കെ വളരെ മാൻഡേറ്ററി ആണ്, അതൊന്നും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതും ഓട്ടിസമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതാണ് എൻ്റെ സത്യം. അതായത് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി അമേരിക്കയിലേക്ക് പോകുന്ന US പോകുന്നവർക്ക് ഈ വാക്സിൻ്റെ ബുക്ക് നിർബന്ധമാണ്. അത് ആ കുട്ടി 15 വയസ്സോ 16 വയസ്സ് ചെന്നാലും ഈ വാക്സിൻ്റെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയോ, നമ്മളവിടെ ആ വാക്സിൻ എടുക്കാൻ പറയും അവർ. ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പം ഈ വാക്സിൻ്റെ ഈ ബുക്ക് നമുക്ക് ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഇവിടെ ഓപ്ഷനിലാണ്. പക്ഷെ അത് ചിക്കൻ ബോക്സ് എടുക്കുന്നവരുണ്ട്, ഓപ്ഷണലാണ്. പക്ഷെ അങ്ങനെ എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി. പക്ഷേ US പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അപ്പോഴേ അവർ എടുക്കാൻ പറയും. അതാണ് എൻ്റെ വാക്സിൻ എടുത്തവരിൽ പോലും ചില അസുഖങ്ങൾ വീണ്ടും വരുന്നുണ്ട്. പറഞ്ഞ പോലെ വാക്സിൻ എടുത്താലും ചിലപ്പോൾ 100% ബൂസ്റ്റർ ഡോസ് എടുക്കണം, നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഓട്ടിസം എന്നുള്ളത് നമുക്ക് ജനിക്കുന്നതിന് മുമ്പേ ഡിറ്റക്റ്റ് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് പൂർണ്ണമായിട്ടും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്നുള്ളത്. ഓക്കെ.